ഹലോ. അപ്പം യോഗയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഒത്തിരി ദിവസമായിട്ട് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഞാനിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കാമെന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 75 days ഹാർഡ് ചലഞ്ച്, 50 days ഹാർഡ് ചലഞ്ച് എന്നൊക്കെ കേട്ടില്ല. ആക്ച്വലി ഐ കനോട്ട് ഡു ദാറ്റ് മച്ച് ഹാർഡ് ചലഞ്ച് ഒന്നും ചെയ്യാൻ ഞാൻ റെഡിയല്ല. കാരണം പുതിയ സ്കില്ലൊക്കെ കൊണ്ടുവരാമെന്ന് ഇച്ചിരി ഡിഫിക്കൽട്ടുള്ള പാടാണ്. ആരോ പറഞ്ഞ പോലെ അത് തന്നെ ആലോചിക്കാൻ വന്നവർ ഞാൻ ടൈം എടുക്കും. സോ വാട്ട് ഐ തിങ്ക്, എനിക്ക് നോ ഷുഗർ ഡയറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ്ലി അതിന് വേണ്ടി ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മളത് ശീലമാക്കും എന്നുള്ളത്. സോ ഐ എം ഗോയിങ് ടു ട്രൈ ദാറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ട്രൈ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, പണ്ട് ഞാൻ ഇഷ്ടംപോലെ ബുക്ക് വായിക്കുമായിരുന്നു. ഞാൻ ഒരു ബുക്ക് പോലും വായിക്കാത്ത ഒരാളാണ്. സോ എനിക്കൊരു ബുക്ക് വായിക്കണം. ആൻഡ് ഫോൺ യൂസിങ് ഭയങ്കരമാണ്. അതൊന്ന് റെഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൂടിപ്പോയാൽ 5 hours, അതുപോലും പറ്റില്ല. ഒരു 4 hours ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. കാരണം എൻ്റെ ഫോൺ ഡെയിലി ഞാൻ എത്ര മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തന്നാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു 13 hours or 14 hours യൂസ് ചെയ്യുന്നതായിരിക്കും അവർ കാണിക്കുന്നത്. സോ ഇത് ഞാൻ Day 2 ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് Day 1 സോ Day 1 വീഡിയോ നിങ്ങൾക്ക് ബാക്കി കാണാം. ഓക്കെ, ബൈ. Day 1 ഓഫ് നോ ഷുഗർ ഡയറ്റിന്റെ Day 1 നമുക്ക് സൺഡേ ആയിരുന്നു. അപ്പം നെക്സ്റ്റ് മൺഡേ എന്ന് പറയുന്നത് നമുക്ക് 50 നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ നോൺ വെജ് ഐറ്റംസും തീർക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. അപ്പം രാവിലെ തന്നെ ഫിഷ് കറി ആയിരുന്നു. ഫിഷ് കറി അവർക്ക് ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. സോ ഞാൻ ഫിഷ് കറിയും പുട്ടും എടുത്ത് കഴിച്ചു. അപ്പം ഫിഷ് കറി രാവിലെ എന്നെ കണ്ട ആരും ഒന്നും പറയരുത്. അത് ഇതുകൊണ്ടാണ്, നമുക്ക് നാളെ തൊട്ട് നോയമ്പായത്. Day 2 തൊട്ട് നോയമ്പാണ്. അപ്പം നമുക്ക് ഫുൾ പച്ചക്കറി ആയിരിക്കും, അതുകൊണ്ടാണ് കഴിച്ചത്. ഇപ്പം ഇതിനു മുമ്പ് ഞാനൊരു 1/2 കപ്പ് ഉലുവ വെള്ളവും 1 കപ്പ് വെള്ളവും ഞാൻ കുടിച്ചിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയി. കാരണം എനിക്ക് 10:30 അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു പാർലറിൽ പോയിട്ട് എനിക്കൊരു ഫുൾ ബോഡി മസാജിന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ള ധൃതിയിലായിരുന്നു ഞാൻ. എന്നിട്ട് വന്നിട്ട് ഞാൻ അത് കഴിച്ച് കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം, ഇതിലും വലിയ കപ്പാണ് ഞാൻ രാവിലെ കുടിച്ചത്. അപ്പൊ എനിക്ക് ഇത്രയും മതിയായിരുന്നു, ഞാൻ കുടിച്ചു. എന്നിട്ട് പാർലറിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡി ആയിരുന്നു. അപ്പം ഇച്ചിരി അൺഹെൽത്തിയാണ് എന്ന് വെച്ചാൽ ബിരിയാണി റൈസ് ആയിരുന്നു എടുത്തിരുന്നത്. ബിരിയാണിക്കകത്തുണ്ടായിരുന്ന റൈസും ടൊമാറ്റോ ചട്നിയും പിന്നെ എയർ ഫ്രൈഡ് ഫിഷും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം ഷുഗർ എന്ന് പറഞ്ഞ കാര്യമേ തൊട്ടിട്ടില്ല. നാച്ചുറൽ ഷുഗേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പം ഒരു പേരയ്ക്ക കഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നാച്ചുറൽ ഷുഗേഴ്സ് അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല. ഡിന്നറിന് ഞാൻ ടർക്കിഷ് എഗ്ഗും 3 ബ്രെഡുമാണ് എടുത്തത്. വയറൊരു ഇച്ചിരി ഒന്ന് ഫില്ലാകുന്ന പോലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ലപോലെ ഫില്ലായിട്ടുണ്ട്. ടർക്കിഷ് എഗ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ മാക്സിമം ഉണ്ടാക്കി ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ആൻഡ് സൺഡേ ആയതുകൊണ്ടാണ് വർക്കൗട്ട്സ് ഒന്നും കാണിക്കാൻ. കാരണം സൺഡേ ഞാൻ മാക്സിമം എന്റെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാനാണ് ട്രൈ ചെയ്യാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്റെ ഇപ്പോഴത്തെ കറന്റ് വെയിറ്റ് എന്ന് പറയുന്നത് 73 ആണ്. സോ എനിക്കിത് കുറച്ചൊരു 68 എങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം Day 1 ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. Day 2 കാണാം. ബൈ ബൈ.